മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ തിയേറ്ററുകളിൽ ഗംഭീര കളക്ഷൻ നേടി മുന്നേറുകയാണ്. 4ാം ആഴ്ചയിലേക്ക് കടന്ന ചിത്രം 80 കോടി കളക്ഷൻ പിന്നിട്ടു കഴിഞ്ഞു. OTT-യിൽ എത്തുന്നതിന് മുൻപ് 100 കോടി ക്ലബ്ബിൽ ചിത്രം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷകൾ. മലയാള സിനിമാസ്വാദകർക്ക് പുത്തൻ കാഴ്ച വിസ്മയം സമ്മാനിച്ച സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ പ്രതിനായക കഥാപാത്രവും വിനായകന്റെ നായക കഥാപാത്രവുമാണ് ഇന്നെങ്ങും ചർച്ചയാവുന്നത്. മമ്മൂട്ടി സ്റ്റാൻലി എന്ന വില്ലനായി തകർത്താടിയപ്പോൾ പോലീസ് വേഷത്തിൽ വിനായകനും നിറഞ്ഞു നിന്നു. സൈനൈഡ് മോഹൻ കേസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെട്ട ചിത്രം ജിതിൻ കെ ജോസാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമായ കളങ്കാവലിന് ഇപ്പോഴും ഗംഭീര ബുക്കിംഗാണ് കേരളത്തിലുടനീളം ലഭിക്കുന്നത്. ആദ്യ ഷോ കഴിഞ്ഞ പിന്നാലെ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ കളങ്കാവൽ ആദ്യവാരത്തിൽ തന്നെ 50 കോടി ക്ലബ്ബിൽ എത്തിയിരുന്നു. ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ്, ഭ്രമയുഗം, ടർബോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 50 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം കൂടിയാണ് കളങ്കാവൽ. റിലീസ് ചെയ്ത് 17ാം ദിവസവും വമ്പൻ പ്രേക്ഷക പിന്തുണയാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. 4ാം ആഴ്ചയും ഹൗസ്ഫുള്ളായി ഓടുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ 83 കോടി പിന്നിട്ട് തേരോട്ടം തുടരുകയാണ്. ഡിസംബർ 5-ന് റിലീസ് ചെയ്ത കളങ്കാവൽ കേരളത്തിൽ നിന്ന് മാത്രം 35.5 കോടി രൂപ പിന്നിട്ടു കഴിഞ്ഞു. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 6.9 കോടി രൂപയും ചിത്രം നേടിക്കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം ഇതുവരെ $3.37 മില്യൺ ഡോളറിലധികം നേടിയിട്ടുണ്ട്. വിദേശ ബോക്സ് ഓഫീസ് കളക്ഷനും 38.25 കോടി രൂപ പിന്നിട്ടു. ഇതോടെ റിലീസായി 19 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ നിന്ന് 83 കോടിയോളം രൂപ ചിത്രം നേടിയിട്ടുണ്ട്. ഈ അടുത്ത് റിലീസ് ചെയ്ത ബാബാബ ഇതുവരെ 41.3 കോടി രൂപ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. കളങ്കാവൽ 100 കോടി ക്ലബ്ബിലേക്ക് കുതിക്കുമ്പോൾ ദിലീപ് ചിത്രമായ ബാബാബയ്ക്ക് പ്രതീക്ഷിച്ച വിജയം നേടാനാകില്ലെന്നാണ് കണക്കുകൂട്ടലുകൾ. പുതിയ റിലീസുകൾ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടെങ്കിലും കളങ്കാവലിന് മികച്ച ബുക്കിംഗ് ലഭിക്കുന്നുണ്ട്. അതിനിടെ സിനിമയുടെ OTT റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. വിവരങ്ങൾ പ്രകാരം സോണി ലിവിനാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശം ലഭിച്ചിരിക്കുന്നത്. കരാർ അനുസരിച്ചുള്ള തിയേറ്റർ ദിനങ്ങൾ പൂർത്തിയാക്കിയാൽ 1-ലധികം ഭാഷകളിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. സോണി ലിവ് OTT റിലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ സ്ട്രീമിംഗ് തീയതി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ജിബിൻ ഗോപിനാഥ്, ബിജു പപ്പൻ, രജിഷ വിജയൻ, ഗായത്രി അരുൺ, മാളവിക, ശ്രുതി രാമചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫൈസൽ അലി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം കൈകാര്യം ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.